ഹലോ ഫ്രണ്ട്സ്, ഞങ്ങളുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് അഖില. ഞാനും എൻ്റെ ഹസ്ബൻഡ് നിഖിലും ചേർന്ന് നടത്തിയ മൂന്നാർ ട്രിപ്പിൻ്റെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഞങ്ങൾ ഷെയർ ചെയ്യുന്നത്. ഇത് ഞങ്ങളുടെ ആദ്യത്തെ വീഡിയോ ആണ്. ഇതിലെന്തെങ്കിലും തെറ്റുകളോ കുറവുകളോ ഉണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കുമെന്ന് കരുതുന്നു. ഒരു കാര്യം ആദ്യം തന്നെ പറയാം, ഇങ്ങനെ ഒരു വ്ളോഗ് പോലെ വീഡിയോ ചെയ്യുമെന്ന് വിചാരിച്ചിരുന്നില്ല. പക്ഷെ ട്രിപ്പെല്ലാം കഴിഞ്ഞ് തിരിച്ചെത്തിയപ്പോൾ ക്യാമറയിൽ കുറച്ച് വീഡിയോസ് കണ്ടു. അതൊരു യൂട്യൂബ് വീഡിയോ ആയി ചെയ്താലോ എന്ന് തോന്നി. ഓഗസ്റ്റ് 15 തൊട്ട് 3 ദിവസത്തേക്ക് ലീവ് ആയതിനാൽ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യാമെന്ന് വെച്ചു. ഈ പ്ലാനിങ് ട്രിപ്പ് പോകുന്നതിന് 2 ദിവസം മുന്നെയാണ് തീരുമാനിച്ചത്. മഴ ആയതുകൊണ്ട് പോകാൻ പറ്റുമോ ഇല്ലയോ എന്ന് അറിയില്ലായിരുന്നു. അതിനിടയ്ക്ക് ന്യൂസിൽ കണ്ടു അടുത്ത 3 ദിവസം കേരളത്തിൽ ന്യൂനമർദ്ദം ആണെന്ന്. ഇനിയും കാത്തിരുന്നാൽ ഇതുപോലെ അടുപ്പിച്ച് 3 ഡേയ്സ് ലീവും ഇങ്ങനെ ഒരു അവസരവും വേറെ കിട്ടില്ല. അതുകൊണ്ട് പിന്നെ ഒന്നും നോക്കിയില്ല. വ്യാഴാഴ്ചയിലെ വർക്ക് കഴിഞ്ഞ് ബാഗ് പാക്ക് ചെയ്ത് രാത്രി 12 മണിക്ക് തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഞങ്ങളുടെ യാത്ര തുടങ്ങുന്നത് വയനാട് കൽപ്പറ്റയിൽ നിന്നാണ്. പൾസർ NS 200ലാണ് ഞങ്ങളുടെ യാത്ര. ഇത്രയും ലോങ് ഞങ്ങൾ ഒരുമിച്ച് ഇത് ആദ്യമായാണ് ബൈക്കിൽ ട്രാവൽ ചെയ്യുന്നത്, അതും ഈ പെരുമഴയത്ത്. പെട്ടെന്ന് തന്നെ മാപ്പ് നോക്കിയപ്പോൾ പല റൂട്ടുകൾ കാണിച്ചു തന്നു. ഞങ്ങൾ NH 66 തിരഞ്ഞെടുത്തത്. കാരണം കുറ്റിപ്പുറം വരെ ഹൈവേ ഓപ്പൺ ആണ്. ചില സ്ഥലങ്ങൾ മാത്രം സർവീസ് റോഡ് യൂസ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ പിന്നെ വേറെ വഴിയെക്കുറിച്ച് ചിന്തിക്കേണ്ടി വന്നില്ല. അങ്ങനെ ഫുൾ ടാങ്ക് പെട്രോളും അടിച്ച് നേരെ കോഴിക്കോടേക്കും തൊണ്ടയാട് ബൈപ്പാസിൽ വെച്ച് NH 66ലേക്ക് കയറുകയും ചെയ്തു. കോഴിക്കോട് എത്തുന്നതുവരെ നല്ല മഴയായിരുന്നു. 100 രൂപയുടെ റെയിൻ കവർ ഇട്ടിട്ടാണ് ഈ പെരുമഴയത്ത് ഞങ്ങളുടെ യാത്ര. അതുകൊണ്ട് തന്നെ നല്ലോണം കാറ്റ് പിടിക്കുന്നുണ്ടായിരുന്നു. മഴ കുറയുമ്പോഴൊക്കെ ഞങ്ങളത് അഴിച്ചു വയ്ക്കും. അപ്പോഴേക്കും സ്വിച്ച് ഇട്ടതുപോലെ മഴ വീണ്ടും വരും. അങ്ങനെ ഇനി മഴ പോയാലും അഴിച്ചു വെക്കേണ്ട എന്ന് തീരുമാനിച്ച് യാത്ര തുടർന്നു. കുറ്റിപ്പുറം വരെ വലിയ കുഴപ്പമില്ല. അവിടുന്ന് തൃശ്ശൂർ റോഡിലേക്ക് തിരിഞ്ഞ് യാത്ര തുടർന്നു. പക്ഷെ ആ യാത്ര കുറ്റിപ്പുറം വരെയുള്ള അത്ര സുഖമുള്ള യാത്രയായിരുന്നില്ല. ഒരു 7 മണിയൊക്കെ ആയപ്പോഴേക്കും അങ്കമാലി കഴിഞ്ഞിരുന്നു. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടായിരുന്നു അങ്ങോട്ടുള്ള യാത്ര. പക്ഷെ മഴയ്ക്ക് അവിടെ ഒരു കുറവില്ലായിരുന്നു. പോകുന്ന വഴിക്ക് വെച്ച് ഒരുപാട് ബൈക്ക് റൈഡേഴ്സിനെ കണ്ടു. അധികവും കർണാടക, തമിഴ്നാട് രജിസ്ട്രേഷൻ വണ്ടികളായിരുന്നു. എല്ലാവരും മൂന്നാറിലേക്ക് തന്നെ ആയിരിക്കും. അങ്ങനെ നേര്യമംഗലം പാലം അങ്ങ് കഴിഞ്ഞപ്പോൾ പിന്നീട് അങ്ങോട്ട് കാട്ടിലൂടെയായി യാത്ര. റോഡിൻ്റെ ഇരുവശവും പണി നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ റോഡിന് വീതി വളരെ കുറവാണ്. മഴയും കൂടെ ആയതുകൊണ്ട് ശ്രദ്ധിച്ചു പോയില്ലെങ്കിൽ അപകടം സംഭവിക്കാൻ നല്ല ചാൻസ് ഉണ്ട്. ആദ്യം ഞങ്ങൾ നേരെ ചെന്നെത്തിയത് ചീയപ്പാറ വെള്ളച്ചാട്ടത്തിലായിരുന്നു. റോഡ് സൈഡിൽ തന്നെ ആയതുകൊണ്ട് നല്ല തിരക്കായിരുന്നു അവിടെ.
ഞങ്ങൾ അധിക നേരം അവിടെ നിന്നില്ല. എത്രയും പെട്ടെന്ന് മൂന്നാർ എത്തിയാൽ മതി എന്നായി. എന്തെന്നാൽ ഞങ്ങളുടെ ട്രിപ്പ് പെട്ടെന്ന് പ്ലാൻ ചെയ്തതുകൊണ്ട് സ്റ്റേ ചെയ്യാൻ റൂമൊന്നും ബുക്ക് ചെയ്തിരുന്നില്ല. ഇപ്പോഴത്തെ തിരക്ക് കണ്ടപ്പോൾ അവിടെ എത്തിയാൽ റൂമൊന്നും കിട്ടുമോ എന്ന് തന്നെ ഡൗട്ടായിരുന്നു. അങ്ങനെ പോകുന്ന വഴിക്ക് വേറെയും ഒരുപാട് വെള്ളച്ചാട്ടങ്ങൾ ഉണ്ടായിരുന്നു. എവിടെയും നിർത്തിയില്ല. ഏകദേശം 9:30 ആയപ്പോൾ ഞങ്ങൾ മൂന്നാറിലെത്തി. റൂം തിരഞ്ഞ് ഒരുപാട് നടന്നു. എല്ലാവിടെയും റൂംസ് ഫുള്ളായിരുന്നു. എങ്ങനെയോ അവസാനം ഒരു റൂം കിട്ടി. 2500 രൂപയാണ് ഒരു ദിവസത്തെ റെൻറ്റ്. ഒരു ദിവസത്തേക്ക് മാത്രം ഞങ്ങൾ റൂം ബുക്ക് ചെയ്തു. റൂമിൽ ചെക്ക് ഇൻ ചെയ്ത് ഫ്രഷായ ശേഷം പുറത്തു പോകാമെന്ന് കരുതി. അങ്ങനെ ഫ്രഷ് ആയതിനു ശേഷം ഏകദേശം 11 മണിയോടുകൂടി ഞങ്ങൾ പുറത്തേക്ക് പോകാൻ ഇറങ്ങി. നല്ല മഴയുണ്ട്, പോരാത്തതിന് നല്ല തണുപ്പും. എവിടെ തുടങ്ങണം എന്ന് ഒരു ഐഡിയയും ഇല്ലായിരുന്നു. റൂമിൽ മൂന്നാർ അട്രാക്ഷൻ പ്ലേസുകളുടെ ലിസ്റ്റ് ഒട്ടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അത് നോക്കി ആദ്യം ഹിൽ സ്റ്റേഷനിൽ പോകാം എന്ന് വിചാരിച്ചു. അങ്ങനെ പോകുന്ന വഴിക്ക് വണ്ടികളെല്ലാം വരിക്ക് നിർത്തിയിട്ടിരിക്കുന്നു. അടുത്തെത്തിയപ്പോഴാണ് മനസ്സിലായത് ബ്ലോക്കാണെന്ന്. നമ്മൾ ബൈക്കിലാണല്ലോ, അതുകൊണ്ട് നമുക്കെന്ത് ബ്ലോക്ക്. ഏകദേശം 10 കിലോമീറ്റർ കഴിഞ്ഞ് ഫുഡ് കഴിക്കാൻ നിർത്തി. ബിരിയാണിയാണ് കഴിച്ചത്. നല്ല അടിപൊളി ഫുഡാണ്. അവിടുന്ന് വീഡിയോ ഒന്നും എടുക്കാത്തത് കൊണ്ട് കടയുടെ പേരൊന്നും ഓർമ്മയില്ല. പിന്നെ അവിടുന്ന് ഹിൽ സ്റ്റേഷൻ ലക്ഷ്യം വെച്ച് ചെന്നു. ഹിൽ സ്റ്റേഷൻ എത്താൻ നേരം അവിടുത്തെ റോഡൊക്കെ വളരെ ശോകമായിരുന്നു. അങ്ങനെ ഹിൽ സ്റ്റേഷൻ എത്തി. വണ്ടി സൈഡാക്കി വെച്ച് കുറച്ച് നടക്കാനുണ്ട്. നടക്കുന്നതിന് ഇരുവശത്തും കുറേ കടകളുണ്ട്. നേരെ നടന്നു ചെന്ന് ഒരു വ്യൂ പോയിന്റിലെത്തി. അവിടെ ജസ്റ്റ് ചെറിയൊരു വാച്ച് ടവർ പോലെ ഒന്നുണ്ട്. അതിൽ കയറി അവിടെ കാണാൻ 20 രൂപയാണ് ഒരാൾക്ക്. ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ആവശ്യം അവിടെയില്ല. പിന്നെ അതിന് താഴേക്ക് കുറച്ചുകൂടെ ഇറങ്ങാം. അവിടുന്ന് നല്ല വ്യൂ ആണ്. ഇത്രയൊക്കെ യാത്ര ചെയ്ത് എത്തിയിട്ട് കാണാൻ മാത്രം അവിടെ ഒന്നും ഉണ്ടായില്ല. സത്യം പറഞ്ഞാൽ ആ സ്ഥലത്തിനേക്കാൾ അവിടേക്കുള്ള യാത്രയാണ് മനോഹരം. അങ്ങനെ അധികം ടൈം അവിടെ ചിലവഴിക്കാതെ അവിടെ നിന്നും ഇറങ്ങി. തിരിച്ചിറങ്ങുമ്പോൾ മഴയൊക്കെ മാറി ചെറുതായി വെയിൽ വരുന്നുണ്ടായിരുന്നു.
അങ്ങനെ പതിയെ അടുത്ത ഡെസ്റ്റിനേഷൻ ലക്ഷ്യം വെച്ച് ചെന്നു. അടുത്തതായി നമ്മൾ എത്തിയിരിക്കുന്നത് കുണ്ടള ലേക്കാണ്. വണ്ടി പാർക്ക് ചെയ്ത് ലേക്ക് സൈഡിലേക്ക് ലക്ഷ്യം വെച്ച് നടന്നു. ലേക്കാണെന്ന് പറഞ്ഞാലും ശരിക്കും ഇത് ചെറിയൊരു ഡാം തന്നെയാണ്. അത് ക്രോസ് ചെയ്ത് അപ്പുറത്തെത്തിയപ്പോൾ അവിടെയും കുറച്ച് കടകളൊക്കെ ഉണ്ട്. ഒരുപാട് ഫോട്ടോഗ്രാഫേഴ്സ് അവിടെയുണ്ട്. അവർ നമ്മുടെ പിറകെ ഫോട്ടോ എടുക്കണോ എന്നും ചോദിച്ചു വരുന്നുണ്ട്. വേണ്ട എന്നും പറഞ്ഞ് ഞങ്ങൾ മുന്നോട്ട് നടന്നു. 20 രൂപയുടെ ടിക്കറ്റ് എടുത്ത് ഞങ്ങൾ ലേക്കിനകത്തേക്ക് പ്രവേശിച്ചു. ഇരിക്കാൻ 3-4 ബെഞ്ചുണ്ട്. അതല്ലാതെ വേറെ ഒന്നും അവിടെയില്ല. ബോട്ടിംഗ് ഉണ്ട്. കുറച്ച് ടൈം അവിടെ ഇരുന്ന് കുറച്ച് ഫോട്ടോസ് എല്ലാം എടുത്ത് അവിടെ നിന്ന് തിരിച്ചിറങ്ങി. പിന്നെ ഞങ്ങൾ നേരെ പോയത് എക്കോ പോയിന്റിലേക്കാണ്. നല്ല മഴ ആയതുകൊണ്ട് അവിടുന്ന് വീഡിയോസ് ഒന്നും എടുക്കാൻ സാധിച്ചില്ലായിരുന്നു. എത്രയൊക്കെ മഴയാണെങ്കിലും തിരക്കിന് ഒരു കുറവും ഉണ്ടായിരുന്നില്ല. പിന്നീട് മാട്ടുപ്പെട്ടി ഡാം കാണാനാണ് പോയത്. അവിടെ എത്തുമ്പോഴേക്കും ആ പാലം നിറയെ വണ്ടികളായിരുന്നു. മൊത്തം ബ്ലോക്ക്. കുറച്ചധികം സമയമെടുത്തു അവിടുന്ന് ഒന്ന് രക്ഷപ്പെടാൻ. അങ്ങനെ കുറച്ചപ്പുറം ചെന്ന് വണ്ടി സൈഡാക്കി ഡാം കാണുന്നതിനായി ചെന്നു. ഡാമിന് സൈഡിലായി ഒരുപാട് കടകളുണ്ട്. അധികവും സ്വീറ്റ്സും കളിപ്പാട്ടങ്ങളുടെയും കടകളാണ്. കടകളുടെ അറ്റത്തേക്ക് എത്തിയപ്പോൾ അവിടെ ബോട്ടിംഗ്, കയാക്കിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. ബട്ട് ഈ മഴയത്ത് ആരും അതിൽ കയറുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഡാമെല്ലാം കണ്ട് അവിടെയെല്ലാം കറങ്ങിയതിനു ശേഷം വീണ്ടും അടുത്ത സ്ഥലം ലക്ഷ്യമാക്കി ആ പെരുമഴയത്ത് യാത്ര ആരംഭിച്ചു. അങ്ങനെ ഫോട്ടോ പോയിൻ്റ് എത്തിയപ്പോഴേക്കും നല്ല മഴ പെയ്തു. പിന്നെ അവിടെ ഇറങ്ങിയിട്ട് കാര്യമില്ല എന്ന് വിചാരിച്ച് നേരെ വന്നു. കുറച്ച് താഴേക്ക് എത്തിയപ്പോഴേക്കും മഴ പെട്ടെന്ന് നിന്നു. എന്നാൽ പിന്നെ ഒന്നും കൂടെ ഫോട്ടോ പോയിന്റിൽ പോയി വരാമെന്ന് വിചാരിച്ചു തിരിച്ചുപോയി. പക്ഷെ അവിടെ എപ്പോഴും നല്ല മഴ തന്നെയായിരുന്നു. കുതിരകളെല്ലാം കവർ ചെയ്ത് വെച്ചേക്കുകയായിരുന്നു. അത്രത്തോളം മഴയായിരുന്നു. ഇനിയിപ്പോൾ നിന്നിട്ട് കാര്യമില്ല. പെരുമഴയും പോരാത്തതിന് നല്ല തണുപ്പും. നേരെ മൂന്നാർ ടൗണിലേക്ക് വെച്ച് പിടിച്ചു. അവിടെ ചെന്ന് നല്ല ചൂട് ചായയും കുടിച്ച് പാർസലും മേടിച്ച് നേരെ റൂമിലേക്ക് ചെന്നു. അങ്ങനെ സെക്കൻഡ് ഡേ ഏകദേശം 10 മണിയായപ്പോഴേക്കും ഫ്രഷായി ബാഗെല്ലാം പാക്ക് ചെയ്തു. ഫസ്റ്റ് ഡേ മഴ ആയതുകൊണ്ട് വലുതായി ഒന്നും അങ്ങനെ എക്സ്പ്ലോർ ചെയ്യാൻ സാധിച്ചില്ലായിരുന്നു. സെക്കൻഡ് ഡേ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ മഴയായിരുന്നു. റൂം വെക്കേറ്റ് ചെയ്ത് ഫുഡും കഴിച്ച് യാത്ര തുടർന്നു. ഇന്ന് ഗ്യാപ്പ് റോഡിലേക്കാണ് യാത്ര. മൂന്നാറിൽ നിന്ന് യാത്ര തുടങ്ങുമ്പോൾ തന്നെ ടൗൺ ഫുൾ ബ്ലോക്കായിരുന്നു. ഹിൽ സ്റ്റേഷൻ ഭാഗത്തേക്ക് പോകാനുള്ള വണ്ടികൾ ഒരുപാട് ബ്ലോക്കിൽപ്പെട്ട് വരിവരിയായി നിർത്തിയിട്ടിട്ടുണ്ട്. കുറച്ച് യാത്ര ചെയ്തപ്പോഴേക്കും മഴയൊക്കെ മാറിയിരുന്നു. പോകുന്ന പല സ്ഥലത്തും നിർത്തി ഒരുപാട് ഫോട്ടോസൊക്കെ എടുത്തു. എവിടെ നോക്കിയാലും നല്ല ഫോട്ടോസ് എടുക്കാൻ പറ്റിയ സ്ഥലങ്ങളാണ്. അങ്ങനെ ഗ്യാപ്പ് റോഡ് ടോൾ ഗേറ്റ് പിന്നിട്ട് യാത്ര തുടർന്നു. ടോൾ ഗേറ്റിൽ യാത്രക്കാർക്കായുള്ള ടോയ്ലറ്റ് സൗകര്യം നല്ല വൃത്തിയുള്ളതായിരുന്നു.
കോടമഞ്ഞ് വന്നു തുടങ്ങിയിരിക്കുന്നു. കൂടാതെ ചെറിയ ചാറ്റൽ മഴയും ഇടയ്ക്കിടയ്ക്ക് വെയിലും വന്നു പോകുന്നുണ്ട്. ഇതൊന്നും ഞങ്ങളെ ബാധിച്ചതേയില്ല. ഞങ്ങളുടെ യാത്ര തുടർന്നു. കോടമഞ്ഞ് കൂടുതൽ ശക്തി ആർജിച്ചു വന്നുകൊണ്ടേയിരുന്നു. ഇടയ്ക്കിടയ്ക്ക് വണ്ടി നിർത്തി അതും ആസ്വദിച്ചുകൊണ്ടാണ് യാത്ര. മറ്റു വണ്ടികളെക്കാളും ബൈക്ക് യാത്രക്കാരായിരുന്നു കൂടുതലും. റോഡിൻ്റെ കാര്യം പറയുവാണെങ്കിൽ ഒരു രക്ഷയുമില്ലാത്ത റോഡ്. റോഡിൻ്റെ ഇരുവശത്തും ഒരുപാട് സഞ്ചാരികൾ ഫുഡ് കഴിക്കുന്നതിനും ഫോട്ടോസ് എടുക്കുന്നതിനുമായി നിൽക്കുന്നത് കണ്ടു. അങ്ങനെ ഞങ്ങൾ ആദ്യം എത്തിയത് ഗ്യാപ്പ് റോഡിലുള്ള പെരിയ കനാൽ വെള്ളച്ചാട്ടത്തിൽ ആയിരുന്നു. ആളുകളുടെ തിക്കും തിരക്കുമായിരുന്നു അവിടെ. വഴിയോര കച്ചവടം പൊടി പൊടിക്കുന്നുണ്ട്. ഇവിടുത്തെ തിരക്ക് കാരണം ഇടയ്ക്കിടയ്ക്ക് റോഡ് ബ്ലോക്ക് ആവുന്നുണ്ട്. പക്ഷെ അതൊന്നും ആരും മൈൻഡ് പോലും ചെയ്യുന്നില്ല. അങ്ങനെ കുറച്ചുകൂടെ മുന്നോട്ട് പോകാമെന്ന് കരുതി ചെന്നു. ആ ഒരു യാത്ര ഒരു രക്ഷയുമില്ലാത്ത യാത്രയായിരുന്നു. അത്രയ്ക്ക് മനോഹരമായിരുന്നു പെരിയ കനാൽ വെള്ളച്ചാട്ടം കഴിഞ്ഞുള്ള യാത്ര. ഒരുപാട് വ്യൂ പോയിൻറ്റ്സ് ഉണ്ട്. ആ യാത്രയുടെ മനോഹാരിത കാരണം എത്രത്തോളം ദൂരം പിന്നിട്ടെന്ന് ഞങ്ങൾ അറിഞ്ഞില്ല. അവസാനം പൂപ്പാറ എത്തിയപ്പോഴാണ് എത്രത്തോളം ദൂരം വന്നെന്ന് മനസ്സിലായത്. പൂപ്പാറ ഒരു ചെറിയ ടൗണുണ്ട്. ചെറുതാണെങ്കിലും നല്ല തിരക്കുള്ളതായിരുന്നു ഞങ്ങൾ പോയപ്പോൾ. കുറച്ച് ടൈം പൂപ്പാറയിൽ ചിലവഴിച്ച ശേഷം ഞങ്ങൾ തിരിച്ചു. ഇന്നിനി നേരെ എറണാകുളം പിടിക്കണം. നാളത്തെ യാത്ര എറണാകുളത്താണ്. പിന്നെ അവിടുന്ന് വീട്ടിലേക്കും. പൂപ്പാറയിൽ നിന്ന് ഞങ്ങൾ വീണ്ടും മൂന്നാറിലേക്ക് ചെന്നു. പോകുന്ന വഴിക്ക് ദേവികുളം എത്തിയപ്പോൾ ഫുഡ് കഴിക്കാൻ നിർത്തി. നല്ല തിരക്കായിരുന്നു. കുറച്ചു നേരം കാത്തിരുന്ന ശേഷം അവിടെ നിന്ന് ഫുഡ് കഴിച്ച് മൂന്നാറിനോട് യാത്ര പറഞ്ഞു പതിയെ ഹൈ റേഞ്ച് ഇറങ്ങാൻ തുടങ്ങി.
മഴ ഇടയ്ക്കിടയ്ക്ക് പെയ്യുന്നുണ്ടായിരുന്നു. ഇനിയും വേനൽക്കാലത്ത് തിരിച്ചു വരുമെന്ന് മനസ്സിൽ കരുതിക്കൊണ്ട് നേര്യമംഗലം പാലം കടക്കുമ്പോൾ മഴ നശിപ്പിച്ച ആദ്യ ദിവസത്തെ കാഴ്ചകൾ മാത്രമായിരുന്നു മനസ്സിൽ. വീണ്ടും വേനലിൽ തിരിച്ചു വരുമെന്ന മനസ്സുമായി മുന്നോട്ട്.